സോ അതുകൊണ്ടാണ് പോസിറ്റീവ് സ്റ്റീരിയോ ടൈപ്പിംഗ് നെഗറ്റീവ് ആകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കൊറിയൻ ഡ്രാമയോ സീരീസോ മറ്റോ കാണുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഭയങ്കര ചാമിങ് ആണെന്നും പൊളൈറ്റ് ആണെന്നും ബ്യൂട്ടിഫുള്ളും ഹാൻഡ്സും ഒക്കെ ആണെന്നായിരിക്കും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കൾച്ചറിനെ മുഴുവൻ നമ്മൾ ഈ ഒരു രീതിയിൽ ജനറലൈസ് ചെയ്ത് വെക്കുന്നു. ഇതാണ് പോസിറ്റീവ് സ്റ്റീരിയോ ടൈപ്പിംഗ് അഥവാ നല്ല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ജനറലൈസേഷൻ. ഈ ഒരു ഐഡിയലൈസേഷൻ പലപ്പോഴും ഒരു കൾച്ചറൽ ഫെറ്റിഷിസേഷൻ ആയിട്ട് മാറുന്നുണ്ട്. അതായത് ഒരു കൾച്ചറിലെ ആളുകളുടെയും ട്രഡീഷൻ്റെയും റിയാലിറ്റീസിനെ അവഗണിച്ച് അതിനെ വെറും സ്റ്റീരിയോ ടൈപ്പുകളായോ എസ്തെറ്റിക്കുകളായോ ചുരുക്കിക്കളയുന്നു. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യയിലുള്ളവരെല്ലാം സ്പിരിച്വൽ ആണെന്നും ചൈനയിലുള്ളവർക്കെല്ലാം മാർഷൽ ആർട്സ് അറിയാമെന്നും ജപ്പാനിലുള്ള ആൾക്കാരൊക്കെ ജീനിയസ് ആണെന്നും കൊറിയയിലുള്ളവരൊക്കെ വെൽ മാനേർഡ് ആണെന്നും ആഫ്രിക്കൻ ഡിസെൻസ് ആയിട്ടുള്ളവരൊക്കെ അത്ലറ്റിക് എബിലിറ്റീസ് ഉള്ളവരാണെന്നും ഒക്കെ പറയുന്നത് മൂലം ആ ഒരു ജനറൽ ഐഡിയലൈസ്ഡ് ഇമേജ് ആണ് നമ്മൾ ഇവരെ പറ്റിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെയെല്ലാം നമ്മളൊരു പോസിറ്റീവ് കാര്യമാണ് പറയുന്നതെങ്കിലും റിയാലിറ്റിയിൽ നിന്ന് മാറി ഒരു ജനറലൈസേഷൻ ആണ് ശരിക്കും നടക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഡൈവേഴ്സിറ്റിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടാത്ത ആളുകളെ നമ്മൾ നോർമൽ അല്ലാത്തതായിട്ട് കാണുകയും മാർജിനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതുമൂലം അവർക്ക് സൊസൈറ്റൽ പ്രഷറും കൺഫൈൻമെന്റും ഒക്കെ അനുഭവിക്കേണ്ടിയും വരുന്നു. ഓൾസോ ഈ സ്റ്റാൻഡേർഡ്സിൽ പ്രസന്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ലൈക്ക് ആക്ടേഴ്സ്, പോപ്പ് ഐഡൽ, സെലിബ്രിറ്റീസ്, ഇവരൊക്കെ ഈ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ വേർഷനിൽ തുടർന്നുകൊണ്ട് പോകാനും നിർബന്ധിതരാകുന്നുണ്ട്. കാര്യം എന്തെന്നാൽ ഇവർ സെലിബ്രിറ്റീസ് ആണെങ്കിൽ അവർ മനുഷ്യരാണ്, എല്ലാവർക്കും ഉള്ള ഇമോഷൻസ് തന്നെയാണ് അവർക്കും ഉള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കൺഫൈൻമെന്റ് കാരണം അവർക്ക് പലപ്പോഴും ഒരു നോർമൽ പേഴ്സൺ ബിഹേവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യാനായിട്ട് പറ്റില്ല. സപ്പോസ് ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ നമുക്കറിയാത്ത 5-6 പേര് വന്ന് തോളെ കൂടെ കൈയിട്ട് സെൽഫി എടുക്കുകയാണെങ്കിൽ നമുക്കെന്ത് തോന്നും? ഈ ഒരു വിയേർഡ്നെസ്, ഈ ഒരു ഫ്രസ്ട്രേഷൻ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പറയാം ആള് ജാടയാണ്, അഹങ്കാരിയാണെന്നൊക്കെ. ഇത്തരത്തിലൊരു പോസിറ്റീവ് ജനറലൈസേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുമെങ്കിലും ശരിക്കും ഒരു ഡീഹ്യൂമനൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്.